നമസ്കാരം. ഞാനിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ AI നമ്മുടെ AI ക്യാമറയുടെ മുൻപിലാണ്. ആക്ച്വലി ഇപ്പോൾ ഉള്ളത് നമ്മുടെ കോഴിക്കോടാണ്. കോഴിക്കോട് നടക്കാവിൽ ഒപ്റ്റെയർ ടെക്നോളജീസ്, അതാണ് നമ്മുടെ ഫേമിൻ്റെ പേര്. ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് AI ക്യാമറ എന്ന് വേണം പറയാനായിട്ട്. ആക്ച്വലി ഇതിൻ്റെ ഒരു സ്റ്റുഡിയോ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്തിനൊക്കെ ഉപയോഗിക്കാം, എന്തൊക്കെ ഫീച്ചേഴ്സ്, AI ഫീച്ചേഴ്സ് എന്തൊക്കെ ഉണ്ടെന്ന് പലരും ചോദിക്കുന്നിടത്ത് പലർക്കും എന്താ പറയുക, അതിലൊരു ഡൗട്ടാണ് എന്തൊക്കെ ഇതിനകത്ത് വരും എന്നുള്ളത്. എന്നാൽ നമുക്ക് ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ AI ഫീച്ചേഴ്സും അടങ്ങിയിട്ടുള്ള ഏക ക്യാമറ എന്ന് വേണം പറയാനായിട്ട് നമ്മുടെ ഒപ്റ്റെയറിനെ കുറിച്ച്. കാണാൻ പോകുന്നത് നമ്മുടെ ഒപ്റ്റെയറിൻ്റെ വിശേഷങ്ങളാണ്. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് എൻ്റെ ഒപ്പം ഷെയ്ൻ ഭായ് ഉണ്ട്. നമസ്കാരം. എനിക്ക് നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ടൈമാണ് CCTVയുടെ ഒരു വീഡിയോ ആദ്യം വരെ 771 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതുവരെ CCTVയെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ ജനങ്ങൾ എനിക്ക് തോന്നുന്ന അനലോഗ് ക്യാമറ തൊട്ടല്ലേ, അതല്ലേ തുടക്കത്തിൽ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ. അനലോഗ് ക്യാമറ തൊട്ട് പിന്നെ എനിക്ക് ഡിജിറ്റൽ വന്നു, IP വന്നു, ഒരുപാട് സാധനങ്ങൾ വന്നു. ഇന്ന് എനിക്ക് തോന്നുന്ന ആൾക്കാർ, എൻ്റെ അറിവാട്ടോ ഞാൻ പറയുന്നത്, ഒരു പക്ഷേ കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ആ ഒരു അറിവായിരിക്കും ഉണ്ടാവുക. ഇതിൽ നമ്മൾ നോർമലി ഇപ്പോൾ ഒരുപാട് എന്താ പറയുക കോമ്പറ്റീറ്റേഴ്സ് നമുക്കിപ്പോൾ മാർക്കറ്റിലുണ്ടല്ലോ, ധാരാളം കമ്പനികൾ അറിയുന്നതും അറിയാത്തതും ഒക്കെ ആയിട്ട് ഇവിടെ ഉണ്ട്. അതിൽ നമ്മുടെ എന്താ പറയുന്നത് ഈ ഒരു കമ്പനി, അതായത് ഒപ്റ്റെയർ ടെക്നോളജീസ് എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്? സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം കമ്പനികൾ ഇപ്പം മാർക്കറ്റിലുണ്ട്. അവരെല്ലാവരും IP-യും അനലോഗ് ക്യാമറകളും ചെയ്യുന്നുണ്ട്. സാർ പറഞ്ഞാല് അനലോഗ് HD എന്നുള്ളതല്ല, 3 2 ഉള്ളൂ. ഡിജിറ്റൽ എന്ന് പറയുന്നതാണ് ഈ IP ക്യാമറ എന്ന് പറയുന്നത്. IP ക്യാമറക്ക് ആൾക്കാർ ഫീച്ചേഴ്സ് കൂടുതലുണ്ടാവും. ഒപ്റ്റെയർ അറിയപ്പെടുന്നത് തന്നെ ഒരു AI എന്ന സെഗ്മെന്റിലാണ്. എല്ലാവരും AI ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്ത് AI ഉണ്ട് എന്നുള്ളത് ആരും കൂടുതലായിട്ട് സ്പെസിഫിക് ചെയ്ത് പറയുന്നില്ല. അപ്പൊ നമുക്കത് സ്പെസിഫിക് ചെയ്ത് ഞങ്ങൾ ഒറ്റ ഫീച്ചേഴ്സ് കൊണ്ട് തന്നെ പറഞ്ഞു തീർക്കാൻ പറ്റും. കാരണം ഒരു നമ്പർ പ്ലേറ്റ് റെക്കഗ്നേഷൻ ചെയ്യണമെങ്കിൽ, ഡിറ്റക്ഷൻ ചെയ്യണമെങ്കിൽ NPR ക്യാമറ എന്ന ടെക്നോളജി ആയിരുന്നു നിലവിലുണ്ടായിരുന്നത്. ശരി, ഇതുവരെ ഇന്ത്യയിലുള്ള ടെക്നോളജി ഇപ്പോഴും മറ്റ് ബ്രാൻഡുകളുള്ളതും NPR ടെക്നോളജിയാണ്. ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നേഷൻ. പക്ഷെ ഈ ഒരു ടെക്നോളജിനെ അതിന്റെ പ്രൈസ് എന്നൊരു 70,000 അബവ് ആയിരുന്നു. ഇതിന് വന്നിന് വലിയ ഹെവി പ്രൈസ് ആയിരുന്നു. ഇതിന് ഒരു 8,000 താഴെ ആയിട്ടൊരു നമുക്ക് ഏറ്റവും ചെറിയ പ്രൈസിൽ തന്നെ AI കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഡിസൈൻ ചെയ്തു. അതാണ് ഇതിൽ ഏറ്റവും കൂടുതലുണ്ട്. ഫസ്റ്റത്തെ സ്പെക് തന്നെ സ്പെസിഫിക്കേഷൻ ഫസ്റ്റത്തെ അത് തന്നെയാണ്. അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനായിട്ടൊരു സ്പെഷ്യലൈസ്ഡ് ക്യാമറ എന്നുള്ള നിലയ്ക്കാണ് നിങ്ങളൊരു കസ്റ്റമർക്ക് നിങ്ങളുടെ ഏത് പ്രൊഡക്റ്റും കൊടുക്കുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. ഒപ്റ്റെയറിന്റെ എല്ലാ പ്രൊഡക്റ്റുകളിലും വ്യത്യസ്തമുണ്ട്. ഓക്കെ. എനിക്കിതിനകത്ത് പറഞ്ഞല്ലോ, ഇപ്പോൾ കുറച്ച് മുന്നേ ഞാൻ സഫാൻ എടുത്ത് സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ 18 വെറൈറ്റി ഫീച്ചേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. എനിക്കൊന്നു നമ്മളിപ്പോൾ ചെയ്യുന്നത് ഓരോ ക്യാമറയും എന്തൊക്കെ ഫീച്ചേഴ്സാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള ക്യാമറാസാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതൊരു എത്രയൊക്കെ ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് ആഡഡ് ആയി? അങ്ങനെയല്ല, നമുക്ക് എല്ലാ ക്യാമറകളിലും ഈ 18 AI ഫീച്ചേഴ്സ് നമുക്ക് 3-4 സീരീസ് ക്യാമറാസ് ഉണ്ട്. അതൊന്ന് പറയാമോ? ഇപ്പം നമുക്ക് വാല്യൂ സീരീസ് ഉണ്ട്, ക്ലാസിക് സീരീസ് ഉണ്ട്, പ്രോ സീരീസ് ഉണ്ട്, പ്രോ പ്ലസ് സീരീസ് ഉണ്ട്. അങ്ങനെ 4 സീരീസുകളും പ്രൊഡക്റ്റുകളുണ്ട്. ഈ പ്രൊഡക്റ്റിൽ നിന്ന് ഇപ്പോൾ പ്രോ സീരീസിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബേസിസ് മോഡൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ ലൈസൻസ് പ്ലേറ്റ്, ഇൻട്രൂഷൻ, ക്രോസ് കൗണ്ടിങ്, ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ, സൗണ്ട് ഡിറ്റക്ഷൻ, വീഡിയോ ടാമ്പറിങ്, ഇൻട്രൂഷൻ എന്ന് പറഞ്ഞ കുറേ കേസുകളുണ്ട്, ഫേസ് അറ്റൻഡൻസ്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഇതിൽ ഏതാണ് അറ്റ് എ ടൈമിൽ വർക്ക് ചെയ്യേണ്ടത് അതിനെ എനേബിൾ ചെയ്യാം. ഓക്കെ. അതായത് ഇപ്പോൾ ഒരു ഓഫീസ്, അവിടെ ഫേസ് അറ്റൻഡൻസ് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കേണ്ടതില്ല, ഈ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഫേസ് അറ്റൻഡൻസ് ചെയ്യും. തീർച്ചയായിട്ടും ഒരു ഓഫീസിന്റെ വർക്ക് നടക്കുന്ന സമയത്ത് ക്യാമറകൾ എന്തായാലും ഇപ്പം മാൻഡേറ്ററി ആണ്, എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു ക്യാമറ ഫേസിന് മാറ്റി വെച്ചാൽ അറ്റൻഡൻസിന്റെ ഒരു ഡിവൈസിന്റെ ആവശ്യമില്ലാതെ തന്നെ ആ ഫേസ് അറ്റൻഡൻസ് അവിടെ നിന്നോളും. അതോടൊപ്പം തന്നെ അവിടെ വരുന്ന കസ്റ്റമേഴ്സിന്റെ കൗണ്ട് അവിടെ തന്നെ ആയി. പെർ ഡേ, മന്ത്ലി, ഇയർലി, വീക്ക്ലി, ക്വാർട്ടർലി, എങ്ങനെയാണോ അവർക്ക് എത്രത്തോളം കൗണ്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് അവിടെ നിന്ന് എടുക്കാൻ പറ്റും. എന്റെ റിപ്പോർട്ടായി, എക്സൽ റിപ്പോർട്ടായി. ഈ എക്സൽ റിപ്പോർട്ട് ബേസ് ചെയ്തിട്ടൊന്നും ഒരു CCTV വർക്ക് ചെയ്തില്ല. അതിനൊക്കെ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർസും അഡീഷണൽ ഡിവൈസുകളായിരുന്നു. അപ്പൊ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു കസ്റ്റമേഴ്സിന് അവരെ NPR-ഉം അവർ നിലവിൽ ചെയ്ത ആ സിസ്റ്റം വെച്ചിട്ട് തന്നെ ഈ ഒരു സ്പെസിഫിക്കേഷനൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഒപ്റ്റെയർ AI-നെ കൊണ്ട് ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ കഴിയും. ഇപ്പോൾ റെസിഡൻഷ്യൽ പർപ്പസ്,
ഇപ്പോൾ കൊമേഴ്ഷ്യലാണ്, നമ്മൾ അതിനൊരു കൊമേഴ്ഷ്യൽ സൈഡാണ് പറഞ്ഞത്. കൊമേഴ്ഷ്യൽ സൈഡിൽ തന്നെ റെസിഡൻഷ്യൽ പർപ്പസിലോട്ട് വരുമ്പോഴത്തേക്കും ഇപ്പോൾ കുറച്ച് മുന്നേ സാർ പറഞ്ഞ ഇൻട്രൂഷൻ അലാംസ്, നമ്മളതിന് സെപ്പറേറ്റ് ഒരു സെഗ്മെന്റ് ആണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻട്രൂഷൻ, അതുപോലെ ബൂം ബാരിയേഴ്സ് ചെയ്തിരുന്ന കണക്ക് ഒരാൾ വരുമ്പോൾ ഇത്ര മീറ്ററിനകത്ത് അയാളുടെ ഇത് റെക്കഗ്നൈസ് ചെയ്ത് അറിയിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് നമുക്ക് റെസിഡൻഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ലേ? തീർച്ചയായിട്ടും റെസിഡൻഷ്യൽ പർപ്പസ് നമ്മൾ സ്റ്റാർട്ടിംഗ് മോഡൽസ് അല്ല വാല്യൂ സീരീസിലല്ല ഈ ഇൻട്രൂഷൻ എന്നൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്. അവർക്ക് എന്താ വെച്ചാൽ അവരുടെ ബോർഡർ നേരെ എന്തെങ്കിലും ഇൻട്രൂഷൻ വെർച്വലായിട്ട് ലൈൻ ഇടുക, ഓക്കെ, അതിന് ടൈം ലൈൻ കൊടുക്കുക, ആരെങ്കിലും ആ ടൈമിൻ്റെ ഉള്ളിൽ വരുന്ന അതിന് നമുക്ക് ക്ലാസിഫൈ ഉണ്ടാവും. നമുക്കൊരു ഹ്യൂമണം മാത്രമായിട്ട് കിട്ടും, അല്ലെങ്കിൽ നോൺ മോട്ടോർ വെഹിക്കിളിനെ സെപ്പറേറ്റ് ചെയ്യാം, വെഹിക്കിളിനെ സെപ്പറേറ്റ് ചെയ്യാം. അങ്ങനെ എന്താണ് വരുന്നത് ആ വരുന്ന സമയത്ത് അവർക്ക് നോട്ടിഫിക്കേഷൻ വിത്ത് അവിടെ അലാമും കൂടി നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അത് ശരി. അതായത് ഒരു കള്ളൻ, ഒരു ഇൻട്രൂഷൻ സംഭവിക്കുന്നു, ആ ടൈമിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു പെഡസ്ട്രീൻ ആണ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ അത് പെഡസ്ട്രീൻ ആണ്, ഹ്യൂമൺ ആണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇതൊരു ജ്വല്ലറി, എനിക്ക് തോന്നുന്നത് കൊമേഴ്ഷ്യൽ പർപ്പസിലോട്ട് വരുമ്പോൾ റെസിഡൻഷ്യൽ നമ്മൾ പറഞ്ഞ ജ്വല്ലറി അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഏത് രീതിയിലാണ് നമുക്കിത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നത്? ജ്വല്ലറിയിലാവുന്ന സമയത്ത് നമുക്ക് കുറേ ഫീച്ചേഴ്സുകൾ വരും. കാരണം ജ്വല്ലറിയിലാവുന്ന അവർക്ക് സ്റ്റോക്ക് റൂമുകളുണ്ട്, ഷട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിലവിൽ ഉപയോഗിച്ചിരുന്നത് ബർഗൽ അലാറം സിസ്റ്റം ചെയ്യുന്നു. ഈ ബർഗൽ അലാറം സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് മോഷൻ ഡിക്റ്റേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ അവിടെ ഒരു പെറ്റ് വന്നു കഴിഞ്ഞാലും മോഷൻ ഡിക്റ്റേറ്റ് ചെയ്തിട്ട് അലാം വരും ജനറേറ്റ്. ഇത് അവിടെ മാറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഹ്യൂമൺ ആണോ അല്ലെങ്കിൽ വെഹിക്കിള് അവരെ കോമ്പൗണ്ടിലേക്ക് എൻ്റർ ചെയ്തിട്ടാണോ എന്നുള്ളത് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വളരെ ഈസിയാണ്. ഫോണിൽ തന്നെ മെസ്സേജ് വരാൻ പറ്റും. പിന്നെ അവരുടെ സ്ട്രോങ് റൂമിനെ നമുക്ക് നിലവിൽ കൊടുത്തിരുന്ന മോഷൻ അലാറം സെൻസർ വെച്ചിട്ടും അതേപോലെ തന്നെ ബ്രേക്ക് സെൻസർ വെച്ചിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. ഇതൊക്കെ നമുക്ക് നിലവിൽ മാറ്റിയിട്ട് ക്യാമറ കൊണ്ട് തന്നെ ആ വർക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ബ്രേക്കിൽ? ഇപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ഇത് ശരിയാണെന്നുണ്ടെങ്കിൽ ഇത്ര ഹെവി ആയിട്ടുള്ള ഒരു പുഷ് അതാണ് അവിടെ അവര് സെൻസറിൽ അവരത് വർക്കൗട്ട് ചെയ്യുന്നത്. ക്യാമറയിലിട്ട് വരുമ്പോൾ എങ്ങനെയാണ് അത് വർക്കൗട്ട് ചെയ്യുക? ക്യാമറയിലേക്ക് വരുന്ന സമയത്ത് ക്യാമറയിൽ ഏത് ഏരിയ ആണ് ആ ഏരിയനെ നമ്മൾ മാർക്ക് ചെയ്യാന്ന് ചെയ്യും. ആ മാർക്ക് ചെയ്തിട്ട് അവിടേക്ക് ഒരു പുഷ് ചെയ്യുന്ന ഒരു ഇതാണ് വരുന്നുണ്ടെങ്കിൽ ക്യാമറ ട്രിഗർ ചെയ്യും, അലാറം അടിക്കും. ഓക്കെ. അപ്പൊ അത് ഒരു ഏരിയ നമുക്ക് ഇത്ര ഏരിയാസ് നമ്മൾക്ക് ഓരോ ഏരിയകളെ മാർക്ക് ചെയ്ത് വെക്കാം. ശരി. ആ രീതിയിൽ അവർക്ക് അത് ചെയ്യാൻ പറ്റും. അല്ലാതെ സ്റ്റോക്ക് റൂമുകൾ ചെയ്യാൻ പറ്റും. അവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ വളരെ ഈസിയാണ്. നമ്മളതെല്ലാം വരുന്നത് ഹൈ ഡെഫിനിഷൻ 60 ഫ്രെയിം റേറ്റിലൊക്കെയാണ് പിക്ചർ ക്വാളിറ്റി വരിക. നോർമലി ഒരു 5 MB ക്യാമറ അല്ലെങ്കിൽ 2 MB ക്യാമറയൊക്കെ ഒരു 15-20 ഫ്രെയിം റേറ്റ് ആണ് ഒരു വീഡിയോക്ക് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളത് 60 ഫ്രെയിം റേറ്റ് അബവ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര സൂം ചെയ്ത സമയത്തും പിക്ചറിന് അത്രത്തോളം ഡീറ്റെയിൽ ഉണ്ടാവും, പൊട്ടത്തില്ല, അത്രയും ക്ലാരിറ്റി ഉണ്ടാവും അല്ലേ? ശരി. അപ്പോൾ അത് കാരണം നമുക്ക് അത്രയും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കസ്റ്റമർ സൂം ചെയ്ത് നോക്കുന്നതിൽ വളരെ ക്ലിയാരിറ്റി ആയിട്ട് കൃത്യമായിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ നടക്കും. എനിക്ക് തോന്നുന്നു കൂടുതലും ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലമുണ്ട്. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ്, ഇപ്പോൾ അവിടെ നിന്നൊരു പ്രൊഡക്റ്റ് എടുത്ത് ഇനിയിപ്പോൾ അവർക്ക് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്, പക്ഷേ എന്നാൽ പോലും കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള. പിന്നെ അതൊരു ഹോസ്പിറ്റൽസ്, പ്രധാനപ്പെട്ട ഒരു സ്ഥലം സ്കൂളുകളാണ്. സ്കൂളുകളിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു RFID കാർഡുകളൊക്കെ സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. അവിടെ എങ്ങനെയാണ് നമുക്കിത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുക? അവിടെ വളരെ സിമ്പിളാണ്. കാരണം സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു 10ാം ക്ലാസ് പഠിക്കുന്നതാണ് ഒരു ABC എന്ന് പറഞ്ഞ ഡിവിഷനുകളുണ്ടാവും. അപ്പോൾ ആ ഡിവിഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ കുട്ടികളെയും നമുക്ക് ഇതിന് ഇൻഡിവിജ്വലായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഓരോരുത്തരെ ആഡ് ചെയ്യാൻ പറ്റും, സ്റ്റാഫിനെ ആഡ് ചെയ്യാൻ പറ്റും, കുട്ടികളെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരുടെ ക്ലാസ് ID നമ്പർ, അവരെ മെയിൽ ID, പാരൻസിൻ്റെ ഫോൺ നമ്പർ, ഇവ കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, കുട്ടികളുടെ KYC ആഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ 9 to 9:30 ആണ് ഫസ്റ്റ് മോർണിംഗ് ടൈം എന്ന് പറഞ്ഞാൽ അതിൽ ലേറ്റ് ആയിട്ട് വരുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് സ്പോട്ടിൽ അവരെന്താകും, അവരുടെ പാരൻസിലേക്ക് ഒരു മെയിൽ പോകും, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ പോകും. അതേപോലെ തന്നെ പ്രിൻസിപ്പൾസിനും പോകും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് ഇന്ന് ആരൊക്കെയാണ് ആബ്സെന്റ് ആയിട്ടുള്ളത് എന്നുള്ളത് പെട്ടെന്ന് തന്നെ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുമായി പാരൻസിനും ആ അവയർനെസ് കിട്ടാൻ പറ്റി. രണ്ടാമത്തെ കേസ് എത്ര അറ്റൻഡൻസ് വന്നു എന്നുള്ളത് അറിയാൻ പറ്റി. പിന്നെ വൈകിട്ട് പോകുന്ന സമയത്തും ഇതേ കാര്യങ്ങളൊക്കെ അത് ആ ടൈമിൽ മാത്രമേ ആ ക്യാമറ അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ ആ കേസിൽ അങ്ങനെ സ്കൂളുകൾക്ക് നമുക്ക് ഒന്നും കൂടി സേഫ്റ്റി ആയിട്ട് കൊടുക്കാൻ സാധിക്കും. മാത്രമല്ല സ്കൂളുകളിലെ പല ഭാഗങ്ങളിലും എല്ലാ ക്യാമറ ടു ക്യാമറ സിങ്ക് ചെയ്യും ഫോട്ടോ. അപ്പൊ ഈ വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഏരിയയിൽ ക്യാമറയിൽ ആ കുട്ടിയുടെ ഫേസ് ഉണ്ടെങ്കിൽ ആ കുട്ടി സ്കൂളിൽ ഏതൊക്കെ ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്, മിസ്സിംഗ് ഉണ്ടോ, ഇങ്ങനത്തെ കേസുകളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ. ഇതൊരു 24 hours ഇരുന്ന് കാണുന്ന വീഡിയോ ഒരു സ്ട്രാറ്റജി അല്ല, സിംഗിൾ ഫോട്ടോയിൽ മൊത്തം ട്രാക്കിങ് എന്നുള്ളതാണ്. അതായത് ഒരാളുടെ ഫേസ് കൊടുത്ത് നമുക്ക് ഇപ്പൊ എന്റെ ഫേസ് കിട്ടി, അത് ഇതിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എവിടെയാണെങ്കിലും എന്നെ ട്രാക്ക് ചെയ്ത് എത്തിക്കും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സംഗതി അല്ലേ?
സൂപ്പർ മാർക്കറ്റിൽ ഇതുപോലെ തന്നെ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയ. ഹോസ്പിറ്റൽസ് എനിക്ക് തോന്നുന്നു ഭയങ്കര ഹെൽപ്ഫുൾ ആവുന്ന ഒരു പക്ഷേ ഹോസ്പിറ്റലുകളിലും സ്കൂളുകളിലും. ഹോസ്പിറ്റലിലേക്ക് മാത്രമായിട്ട് നമ്മളൊരു മൊഡ്യൂൾ, നമുക്ക് ക്യൂ ലെങ്ത് എന്നൊരു മൊഡ്യൂൾ ഉണ്ട്. അതെന്താ? അത് ക്യൂ ലെങ്ത് പറഞ്ഞപ്പോൾ ഡോക്ടേഴ്സിന് അപ്പോൾ ഒരു മോർണിംഗ് 10 to 1 വരെയാണ് അവരെ കൺസൾട്ടിങ് ടൈം നിൽക്കുന്നത്. ആ സമയത്ത് അവർക്ക് മാക്സിമം കൺസൾട്ട് ചെയ്യേണ്ട പേഷ്യൻ്റ് ഒരു 20 എന്ന് ഇരിക്കുക. അപ്പോൾ നമ്മൾ ആ ടോട്ടൽ ഹവേഴ്സിനെ 2 ഹവേഴ്സിന് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ഒരു പേഷ്യൻറ്റിന് ഒരു സമയം, ആ ഡോക്ടേഴ്സിന് മാക്സിമം ചിലവാക്കുന്ന സമയം. ആ സമയം വെച്ചിട്ട് നമ്മൾ എന്താക്കും, പുറത്ത് നിൽക്കുന്ന കാണാൻ വന്ന പേഷ്യൻസിന് ഒരു ബോർഡറിലേക്ക് മാറ്റും, ഒരു വെർച്വൽ ബോർഡറിലേക്ക് മാറ്റും. അതിൻ്റെ ഒപ്പം തന്നെ പുറത്ത് നിൽക്കുന്ന നമ്മുടെ ടോക്കൺ ബോർഡിലേക്കും ഇതിനെ ക്യാമറയെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ പറ്റും. കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറെ സ്ക്രീനിൽ അവർ ആ ഒരു പാർട്ട് മാത്രമേ ഇക്കാര്യം കാണുന്നത്. അതിലൊരു പേഷ്യൻ്റ് കയറി കഴിയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് പുറത്ത് കൗണ്ടർ നമ്പർ 1, കൗണ്ടർ നമ്പർ 2 എന്ന് പറയും. ഡോക്ടേഴ്സിനാണെങ്കിൽ അവരെന്തെങ്കിലും മാക്സിമം ഒരു പേഷ്യൻറ്റിന് കൊടുക്കുന്ന സമയം 10 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഡോക്ടർ സ്ക്രീനിൽ ആ 10 മിനിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യും. ഒരു പേഷ്യന്റ് കയറുന്നതോടുകൂടി 10 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ ലാസ്റ്റ് 8 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഡോക്ടർക്ക് എന്താ ചെയ്യുക, അവരെ മരുന്ന് ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് പേഷ്യന്റിനെ വൈൻഡപ്പ് ചെയ്യുക. കാരണം അതല്ലെങ്കിൽ അവർക്കും ലേറ്റ് ആകും. അപ്പോൾ എല്ലാവരും നമുക്ക് ടൈം ലൈൻ വെച്ചിട്ട് എല്ലാവരും മാനേജ് ചെയ്യാൻ പറ്റും. സ്റ്റാഫിനെ മാനേജ് ചെയ്യാം, ഡോക്ടേഴ്സിനെ മാനേജ് ചെയ്യാം, പേഷ്യന്റിനെ മാനേജ് ചെയ്യാം, എല്ലാവരും നമുക്ക് അതെ മാൻ പവർ കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് മെയിൻ ഉദ്ദേശം. അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെയാണ് നമ്മൾ മനുഷ്യർക്ക് ചെയ്യുന്ന ആക്യുറസി ചെയ്യുന്നോ മാക്സിമം സ്പീഡായി ചെയ്യണം. ഈ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് എന്താ പറയുന്നത്, ഗുഡ് കസ്റ്റമർ ബാഡ് കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറൈസേഷൻ ഒക്കെ ഇതിൽ സാധിക്കും. തീർച്ചയായിട്ടും നമുക്ക് ഒരു കസ്റ്റമർ വന്ന് നല്ല ഹെവി ആയിട്ട് പർച്ചേസ് ചെയ്ത് പോയത് കസ്റ്റമറാണ്, നല്ലൊരു കസ്റ്റമറാണ്. ആ കസ്റ്റമർ റീപർച്ചേസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും വരുന്ന സമയത്ത് തന്നെ ആ ഫ്ലോർ മാനേജർക്ക് ഒരു നോട്ടിഫിക്കേഷൻ കിട്ടണം, ഒന്ന് വന്നൊരു നല്ല കസ്റ്റമറാണ്, പിടിച്ചോ പോയിട്ട് ഒന്ന് നല്ല സ്പെഷ്യൽ ട്രീറ്റ് കൊടുക്കണം. ഒരു കുഴപ്പമില്ല, ആൾ വരുന്ന സമയത്ത് തന്നെ നല്ലൊരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ആ ഫ്ലോർ മാനേജർക്ക് തന്നെ അറിയാൻ പറ്റും, അവർക്ക് കൊടുത്തൊരു യൂസർ ഉണ്ടാവും. ആ യൂസർ വെച്ചിട്ട് ആ ഫേസ് വെച്ചിട്ട് നേരെ നല്ല കസ്റ്റമർ ആയിരുന്നു, ഇന്ന സാധനങ്ങളൊക്കെ വാങ്ങി എന്നുള്ളൊരു നെർവിഷ് നമുക്ക് അവിടെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ കസ്റ്റമർ എന്തെങ്കിലും കാലത്ത് ഇനി വീണ്ടും തിരിച്ചു വരുന്ന സമയത്ത് ഫ്ലോർ മാനേജർക്ക് നോട്ടിഫിക്കേഷൻ വരും, അന്ന് ഇങ്ങനെ ചെയ്തിരുന്ന കസ്റ്റമർ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഇതേ സംഭവം തിരിച്ചും ചെയ്യാൻ പറ്റും. പല ബാഡ് കസ്റ്റമർ ഉണ്ടാവും, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കി പോയതാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും അവിടെ കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇന്നൊരു കസ്റ്റമർ അന്ന് ആളുണ്ട്, പിടിച്ചോ എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ നിന്ന് എടുക്കാം. ഇത് നമ്മൾ ഈ മോളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും, അതായത് ഇപ്പോൾ എന്താ പറയാ, അങ്ങോട്ട് നമ്മൾ കയറ്റി വിടുമ്പോഴത്തേക്കും റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു സംഗതി ബൂം ബാരിയേഴ്സ് വെച്ച് ചെയ്യുന്നത്, അത് നമുക്ക് ഇതിൽ സാധിക്കുന്ന ഒരു സാഹചര്യം. തീർച്ചയായിട്ടും നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ബൂം ബാരിയറിൽ വരുന്നവർക്ക് അലോ കൊടുക്കാം. അതോടൊപ്പം മാനേജർ വരും, അല്ലെങ്കിൽ അവിടുത്തെ MD വരുന്നുണ്ടാവും. പല ആർക്കും പല പാർക്കിംഗ് ഏരിയകളുണ്ട്, പല സ്ഥലത്തും പല ബൂം ബാരിയേഴ്സ് ആയിരിക്കും. അവിടെ വരുന്ന സമയത്ത് അവർക്ക് അലോ ചെയ്തിട്ടുള്ളത് മാത്രമേ അവിടെ ഓപ്പൺ ആവുള്ളൂ. മാത്രമല്ല വരുന്ന സമയത്ത് നമുക്കൊരു പ്രോംപ്റ്റും വേണമെങ്കിൽ ക്യാമറയിൽ തന്നെ സെറ്റ് ചെയ്യാം, കൊടുക്കാം. ഇപ്പോൾ MDയുടെ വണ്ടി നമ്പർ കാണുമ്പോൾ അതിന് വെച്ചിട്ട് തന്നെ നമ്മളൊരു പ്രോംപ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സാറിന്റെ പേര് മറ്റേ ജിനേഷ് എന്നിരിക്കും ഒരു എക്സാമ്പിൾ. അപ്പോൾ വെൽക്കം ടു ജിനേഷ് സാർ എന്നുള്ളൊരു പ്രോംപ്റ്റ് നമുക്ക് അവിടെ അഡീഷണൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആ പ്രോംപ്റ്റോട് കൂടിയായിരിക്കും ബൂം ബാരിയർ ഓപ്പൺ ചെയ്യാം. ഈ ക്രൗഡ് മാനേജ്മെന്റ് ഇപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണല്ലോ. ഇപ്പോൾ ഈ എന്താ പറയുന്നത്, ഹാളുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ക്രൗഡ് മാനേജ്മെന്റ് ഇതിനകത്ത് സാധിക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ നമുക്കൊരു ക്യാമറയിൽ അറ്റ് സെക്കൻഡ് 500 പീപ്പിൾസിനെ കൗണ്ട് ചെയ്യാൻ പറ്റും. അറ്റ് സെക്കൻഡ്. അപ്പൊ ഒരു ക്യാമറക്ക് 500 പേഴ്സണൊക്കെ തന്നെ കാണുന്ന രീതിയിൽ തന്നെ ആ ഒരു ഏരിയ ഉണ്ടാവുള്ളൂ, 500 പേഴ്സൺസ് എടുക്കുന്നത്. ഇതിൽ കൂടുതൽ ആളുകൾ വരുന്നുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഒരു പ്രോഗ്രാമിന് 2000 പേഴ്സൺ ആണ് അലോ ഇതുള്ളത്. അപ്പൊ നമ്മൾ 4 ഏരിയയിലായിട്ട് ക്യാമറ വെച്ചിട്ട് ഒരു കണക്ട് ചെയ്തിട്ട് 4 ക്യാമറ. അപ്പൊ അതിൽ 2000 അബവ് വരുന്ന സമയത്ത് ഇതിന് അറ്റ് സെക്കൻഡിൽ കൗണ്ട് ചെയ്യും. ഇതിൽ കൂടുതൽ വരുന്ന സമയത്ത് ഇത് അലാം ചെയ്യും. അതിപ്പോ ഡിപ്പാർട്ട്മെന്റ് ബേസിലാകട്ടെ അല്ലെങ്കിൽ അവിടുത്തെ മാനേജ്മെന്റിലേക്കാകട്ടെ എവിടേക്കാന്ന് വെച്ചാൽ അലാം ചെയ്യും. ഇതിൽ കൂടുതലുണ്ട്, ക്രൗഡ് കൂടുതലാണ്, ഇവിടെ ആക്സിഡന്റിന് സാധ്യതയുണ്ട്, ഈ വക കാര്യങ്ങളൊക്കെ ക്യാമറനെ ട്രിഗർ ചെയ്യും. നമുക്കത് മോണിറ്റർ ചെയ്ത് തരും എന്നുള്ളതാണ്. മോണിറ്റർ ചെയ്ത് തരും, നമുക്ക് നോട്ടിഫിക്കേഷനും ചെയ്തു തരും. നമുക്ക് അവിടെ വോയിസ് വെച്ച് വോയിസ് സെറ്റ് ചെയ്യാം. ഇനി ഇതിൽ കൂടുതൽ വരുന്ന സമയത്ത് അവിടെ AC ഓവർ വർക്കിലേക്ക് പോകണം, അങ്ങനെ ഇതിലേക്ക് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഫാൻ കൂടുതൽ വർക്ക് ചെയ്യണം, അതിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ NVR-നെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് 4 ചാനൽ, 8 ചാനൽ, 16 ചാനലൊക്കെ ഇത് എത്ര ചാനൽ വരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ട് നമുക്ക് ഒറ്റ NVR-ൽ? നമുക്ക് 256 വരെ ഉണ്ട്. 256 എണ്ണം കണക്ട് ചെയ്യാൻ 256 ക്യാമറ വരെ അറ്റ് സെക്കൻഡിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഹൈ ബാൻഡ് വിഡ്ത്ത് വരുന്ന NVR ഉണ്ട്. അതെ, ആസ് ഓഫ് നൗ ഇപ്പോൾ തന്നെ ഉണ്ട്. അതിൽ 18 TB
16 ഹാർഡ് ഡിസ്ക് ഇന്റർഫേസ് ആയിരിക്കും വരിക. ഓക്കെ ഓക്കെ ഓക്കെ. അത്രത്തോളം ടെക്നോളജി വൈസ് നല്ല ഒരു അപ്ഡേഷൻസ് കൊടുത്തിട്ടാണ് ആക്ച്വലി നമ്മൾ ഈ പറഞ്ഞ ഒക്ടയർ ഇറക്കിയിരിക്കുന്നത്. ഇതിപ്പോ സർവീസ് നമുക്ക് എങ്ങനെയാ ഓൾ കേരള ചെയ്യാൻ പാകത്തിനുള്ള സാഹചര്യത്തിലാണോ ഉള്ളത്, അതോ ഓൾ ഇന്ത്യ അങ്ങനെയൊന്നും? സർവീസിന് നമുക്ക് വരുന്നത് ഓൾ കേരള ആയാലും ഓൾ ഇന്ത്യ ആണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് സർവീസ് നോ പോർഷൻ. നമുക്ക് സർവീസ് സെന്റർ ഞങ്ങളെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഓരോ ഡിസ്ട്രിക്ട് ബേസിലും സർവീസ് സെന്റർ എന്നുള്ളതാണ് ഞങ്ങളെ ആശയം. അപ്പൊ ഞങ്ങൾ ഓൾറെഡി ഇപ്പൊ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലുണ്ട് ആ ഡിസ്ട്രിക്റ്റിലൊക്കെ സർവീസ് സെന്റർ ഉണ്ട്. അപ്പോൾ അവർക്ക് തന്നെ അവർക്ക് ഇപ്പം എത്രയും ഇത് മാത്രമല്ല, ഇപ്പോൾ ഇതൊരു നാളൊരു കസ്റ്റമർ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിക്കാണ്ട് ആ ഡീലറോ അല്ലെങ്കിൽ വില്ലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കസ്റ്റമർക്ക് എന്താണ് ഡയറക്റ്റ് സർവീസിന് അയക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒരു ബെനിഫിറ്റും കൂടി ഞങ്ങൾ ഇതിൽ വെച്ചിട്ടുണ്ട്. എനി കംപ്ലൈന്റ് കോൺടാക്ട് ടു ഡയറക്റ്റ് കമ്പനിയിലേക്ക് നേരിട്ട് അയക്കാം അവർക്ക്. അതായത് വേറെ സർവീസ് ഫേമിനെയൊന്നും അല്ല നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്, ഡയറക്റ്റ് സർവീസ് ആണ്. കാരണം അവർക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് വന്ന് സർവീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമർക്ക് അതിന്റെ ചാർജസും ഫ്രീ ആണ്. ചാർജ് ഫ്രീ ആണ്. ഇതിന് എത്ര വാറണ്ടി നമ്മളിപ്പോൾ കൊടുക്കുന്നത്? 2 വർഷം വാറണ്ടി. നോർമലി എല്ലാ ഡിവൈസും കൊടുക്കുന്ന പോലെ തന്നെ 2 വർഷം നമ്മൾ വാറണ്ടി കൊടുക്കുന്നത്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് സർവീസ് തരും എന്ന് തന്നെയാണ് എനിക്കൊരു ഹുക്കിംഗ് പോയിന്റ് ആയിട്ട് ഫീൽ ചെയ്തത്. സോ നേരിട്ട് വിളിച്ചു. അപ്പോൾ വീണ്ടും കാണാം അടുത്തൊരു മികച്ച വീഡിയോ. അതിലേക്ക് ഞങ്ങൾ സൈനിങ് ഓഫ്, ഡോക്ടർ എൻ ടി.